ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും കൂടി വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ അവിടെ നിന്ന് കതിര് പറിച്ച് കഴിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ യേശുവിൻ്റെ ശിഷ്യന്മാരെ ശകാരിക്കുകയും യേശുവിനോട് തർക്കിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം, ഈ ശിഷ്യന്മാർ ഈ ആഹാരം ഭക്ഷിച്ചത് വിശന്നിട്ടാണ്. അവർ വിശന്ന് വലഞ്ഞിട്ടാണ് ആഹാരം എടുത്ത് ഭക്ഷിച്ചത്. അപ്പോൾ സാബത്ത് എൻ്റെ നിയമം അനുസരിച്ച് കതിരുകൾ കൊയ്യാനോ അത് കഴിക്കാനോ ഒന്നും പാടില്ല. എന്ത് നിയമം, അത് എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ ആ സാബത്ത് നിയമത്തിനെ ലംഘിക്കുന്നതാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള ജോലിയും അന്ന് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ സാബത്തിന് ലംഘനമായി ഫരിസേയർ കരുതിയത്. അപ്പം ഇവിടെ ശിഷ്യന്മാരോട് ഇത് ദൈവിക കൽപ്പനയാണ്, സാബത്ത് ദൈവ നിയമമാണ്. അപ്പോൾ ആ നിയമം ഇവർ ലംഘിച്ചതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ ശിഷ്യന്മാരോട് തർക്കിക്കുമ്പോൾ ഇതിന് ഇടപെടുന്നത് ഈശോയാണ്. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയൊരു മനോഹാരിത. വിശന്ന് വലഞ്ഞിട്ട് ഒരു നിയമം ലംഘിച്ച മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നെ വാദിക്കുകയാണ്. അപ്പോൾ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ ഈ ലോകത്ത് ദൈവം തന്നെ ഇറങ്ങി വരും എന്ന സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു സൂചനയാണത്. ഇവിടെ അവർ ഫരിസേയരുടെ മുൻപിൽ അവർ തെറ്റുകാരാണ്, പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവർ തെറ്റുകാരല്ല. വിശന്ന് വലഞ്ഞിട്ട് അവർ ചെയ്ത ആ പ്രവൃത്തിയെ ഈശോനാഥൻ അംഗീകരിക്കുകയും ആ പ്രവൃത്തിയെ ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിയമങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഹൃദയപൂർവ്വം നമ്മൾ പെരുമാറണം. നിയമത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഹനിക്കുന്ന മനുഷ്യരാകാതെ നിയമങ്ങളൊക്കെയും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്നാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരും കൂടെ ഇല്ല എന്ന നിലയിലെത്തുമ്പോൾ ദൈവം തന്നെ നമുക്ക് വേണ്ടി വാദിക്കാൻ എത്തുമെന്ന് സുവിശേഷം നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന നിരപരാധികളായ ഒത്തിരിയേറെ മനുഷ്യർ, ആരുമില്ലാത്ത കുറേ മനുഷ്യർ, ആ മനുഷ്യർക്ക് വേണ്ടി ഇദ്ദേഹം വലിയൊരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അവരെ സഹായിക്കുവാനായി അവിടെ ജയിലുകളിൽ ചെല്ലുകയും അവരെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത മനുഷ്യൻ, ആരുമില്ലാത്തവർക്ക് തുണയായി തീർന്ന ഒരു മനുഷ്യൻ. ഇന്ന് അദ്ദേഹം നമുക്ക് വലിയ ധീര രക്തസാക്ഷിയെ നമുക്ക് മുമ്പിൽ മാതൃക നിൽക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷവും ഈ വിശുദ്ധിനുമൊക്കെ പഠിപ്പിക്കുന്ന ആരോരുമില്ലാത്തവരുടെ ശബ്ദമായി മാറാൻ, അവർക്കൊരു സഹായമായി മാറാൻ നമുക്ക് കഴിയണമെന്നാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ, വിശുദ്ധൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുമ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.